അർജന്റീന നവംബറിൽ എന്ന് വെച്ചാൽ ഫിഫയുടെ നെക്സ്റ്റ് വിൻഡോയിൽ നവംബർ മാസത്തിൽ അർജന്റീന വരില്ല എന്നിപ്പോൾ സ്പോൺസറും ആന്റോ അഗസ്റ്റിനും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഫിഫ അനുമതി ലഭിക്കാൻ കാലതാമസമുണ്ട് എന്നാണ് സ്പോൺസർമാർ ഇപ്പോൾ പറയുന്നത്. ആന്റോ അഗസ്റ്റിൻ പ്രധാനപ്പെട്ട സ്പോൺസർ ഇപ്പോൾ FBയിൽ അതിന്റെ സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ AFAയുമായുള്ള ചർച്ചയിൽ ധാരണ എന്നാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം. കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ, പ്രഖ്യാപനം ഉടൻ എന്നാണ് ആന്റോ അഗസ്റ്റിൻ ഫേസ്ബുക്കിൽ പറയുന്നത്. മഹേഷ് പോലോർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, നമ്മൾ രാവിലെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ രാവിലെ സംസാരിച്ച അത്രയും AFA ഇന്ന് പുറത്തുവിട്ട ഒരു FB പോസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണവും വെച്ചിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യ സ്പോൺസറും അത് ശരിവെക്കുന്നു. എന്ന് വെച്ചാൽ നവംബറിലെ വിൻഡോയിൽ കേരളത്തിലേക്കില്ല. അതെ സൈഫു, കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ക്ലിയർ ആണ്. ആന്റോ അഗസ്റ്റിന്റെ മുഖ്യ സ്പോൺസറായ ആന്റോ അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഒരു FB പോസ്റ്റ് തന്നെയാണ്. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയിൽ ധാരണ. കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ, പ്രഖ്യാപനം ഉടൻ എന്ന് അദ്ദേഹം FBയിൽ കുറിക്കുന്നു. അതായത് നമ്മൾ രാവിലെ പറഞ്ഞത് തന്നെയാണ്, അർജന്റീനയിലെ മാധ്യമങ്ങൾ പറയുന്നത് അടുത്ത മാർച്ചിലാണ് ഫിഫയുടെ വിൻഡോ വരുന്നത്. അതിൽ ഇന്ത്യയിൽ കളിക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതൊരു ഒഫീഷ്യലായി നമുക്ക് തന്നെ എടുക്കാം. നവംബറിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീം നവംബറിൽ ഇന്ത്യയിലേക്കില്ല, കേരളത്തിൽ കളിക്കില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ തീരുമാനമായിരിക്കുന്നു. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ വന്ന സമയത്തും സ്പോൺസർമാർ അങ്ങനെയല്ല കാര്യങ്ങൾ, അത് വരുന്നത് ഈ കുപ്രചാരണങ്ങളാണ്, നുണപ്രചാരണങ്ങളാണ്, ഞങ്ങൾ വളരെ ക്ലിയർ ആയി, ഞങ്ങൾക്ക് ഒരു അറിയിപ്പും ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ എവിടെ ഒരു പോയിന്റ് ഉള്ളത് സേഫ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അർജന്റീന നവംബറിൽ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് കളിക്കാൻ എത്താതെ പോയത്? നേരത്തെ തന്നെ അർജന്റീന അവരുടെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ, ട്വിറ്റർ ഹാൻഡിലുകളിലും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലുമൊക്കെ ഞങ്ങളിതാ ഇന്ത്യയിലേക്ക് വരുന്നു, ഞങ്ങളിതാ കേരളത്തിലേക്ക് വരുന്നു എന്ന് കാണിച്ച് അവരുടെ വീഡിയോ സഹിതം അവർ നൽകിയതാണ്. അവരുടെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. വലിയ ആഘോഷപൂർവ്വം തന്നെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, പ്രത്യേകിച്ച് മെസ്സി അർജന്റീന ആരാധകർ ഏറ്റെടുത്തതുമാണ്. പിന്നീട് അവിടെ നിന്ന് എങ്ങനെയാണ് പിന്നോക്കം പോയത് എന്നുള്ളതാണ് ഇനി നമ്മൾ അത് അടുത്തറിയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം അർജന്റീനിയൻ മാധ്യമങ്ങളെ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല, അർജന്റീനിയൻ മാധ്യമങ്ങളെ ഒരിക്കൽ കൂടി നമ്മൾ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ മുഖ്യ സ്പോൺസറും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ ധാരണ, ആ ധാരണ ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അർജന്റീനിയൻ മാധ്യമങ്ങളെ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ അർജന്റീനയിലെ ഏറ്റവും വിശ്വസനീയമായ മാധ്യമങ്ങളുണ്ട്. അവിടുത്തെ ഓരോ ഫുട്ബോൾ ടീമിന്റെ ഓരോ ചലനങ്ങളും അതാത് നിമിഷം ഒപ്പിയെടുക്കുന്ന മാധ്യമങ്ങളാണ്, വളരെ ക്ലിയർ ആയി പറയുന്ന മാധ്യമങ്ങളാണ്. അവർ പറയുകയാണ്, ഈ ഇന്ത്യയിലെ സ്പോൺസറും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഉണ്ടാക്കിയ കരാർ അത് പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത്. എന്തായാലും ഇന്ത്യയിലെ ഒരുക്കങ്ങളെ കുറിച്ച് നമുക്കറിയാലോ, കലൂരിലെ ഒരുക്കങ്ങളെ കുറിച്ച് നമുക്കറിയാം. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തന്നെ തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ സ്റ്റേഡിയത്തെ മാറ്റണമെങ്കിൽ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ അതിന് അനിവാര്യമാണ്. ഒരുപക്ഷെ വളരെ വൈകിയാണ് അത് തുടങ്ങിയതെന്ന് തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും. അതിനുശേഷം അതൊരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ന് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇന്നലെ രാത്രി വരെ മുഖ്യ സ്പോൺസർമാരുൾപ്പെടെ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ അർജന്റീന വരും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മുഖ്യ സ്പോൺസർമാർ അർജന്റീനയിൽ ചെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാരവാഹികളുമായൊക്കെ നിരന്തരം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഒരു ഇൻപുട്ട് അവർ എടുത്തിട്ട് നമ്മൾക്ക് മൊത്തത്തിൽ നൽകുന്ന ഒരു സൂചന അർജന്റീന വരും, വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ കൃത്യമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. ഞങ്ങൾ സ്പെയിനിലേക്ക് പോകുന്നുണ്ട്, ലുവാൻഡയിലേക്ക് പോകുന്നുണ്ട്, അവിടെ 14-ാം തീയതി അങ്കോളയുമായി കളിയുണ്ട്, 18-ാം തീയതി വരെ ഞങ്ങൾക്ക് പരിശീലനം ഞങ്ങൾ തുടരും എന്ന് പറയുന്നു. അപ്പോൾ അർജന്റീന ഇന്ത്യയിലേക്ക് വരില്ല എന്ന് ആ സമയത്ത് പറഞ്ഞില്ല, പക്ഷേ 18 വരെ ഞങ്ങളുടെ പരിശീലനം തുടരും എന്ന് മാത്രം പറഞ്ഞു വെച്ചു. പക്ഷെ അപ്പോഴാണ് ഓസ്ട്രേലിയ, അതായത് അർജന്റീനയുടെ എതിരാളികളായി കളിക്കേണ്ട ഓസ്ട്രേലിയ അവരുടെ ട്വിറ്ററിൽ ഒഫീഷ്യലായി തന്നെ കുറിക്കുന്നത്. അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മഹേഷ്, ഈ അർജന്റീനയുടെ നീക്കം കൂടി കണ്ടിട്ടായിരിക്കുമോ ഓസ്ട്രേലിയ കൂടി ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക? തീർച്ചയായും. ഇപ്പം അർജന്റീന ആദ്യഘട്ടത്തിൽ എന്താണ് പറഞ്ഞത്? അർജന്റീന ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ അവർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി തന്നെ അവർ അറിയിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഞങ്ങൾ വരുന്നു, കേരളത്തിലേക്ക് വരുന്നു എന്ന തരത്തിൽ അവർ തന്നെ ഇട്ടിട്ടുണ്ട്.
ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ അവർ ഔദ്യോഗികമായി നൽകിയിട്ടില്ല. മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ചില മാധ്യമ പ്രവർത്തകർ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷൻ കോൺഫെഡറേഷനുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല എന്നുള്ളത്, ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇന്നിപ്പോൾ അത് ഒഫീഷ്യലായി തന്നെ പറയുകയാണ്. ഞങ്ങളുടെ 2 മത്സരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് വെനസ്വേലയും കൊളംബിയയുമായാണ് ആ മത്സരം വരുന്നത്. നവംബർ വിൻഡോയിൽ, അതായത് നവംബർ വിൻഡോ എന്ന് പറയുന്നത് നവംബർ 10 മുതൽ 18 വരെയാണ്. അതിനിടയ്ക്ക് 2 മത്സരങ്ങൾ ഓസ്ട്രേലിയ കളിക്കും. എന്തായാലും മെസ്സി നവംബറിലില്ല, ഡിസംബറിൽ വരും. അത് പക്ഷേ കേരളത്തിലേക്കല്ല, ഇന്ത്യയിലേക്കാണ്. അത് മെസ്സി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ്, അർജന്റീനയുടെ സന്ദർശനമല്ല. അദ്ദേഹം ഡൽഹിയിലും കൊൽക്കത്തയിലും മുംബൈയിലും ഒക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം ബോളിവുഡ് താരങ്ങൾക്കൊക്കെ ഒപ്പം ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് മെസ്സിയുടെ വ്യക്തിപരമായിട്ടുള്ള യാത്രയാണ്, അർജന്റീന ടീമിനില്ല. ഇനിയിപ്പോൾ ഉള്ളത് അടുത്ത വിൻഡോ മാർച്ചിലാണ്. അപ്പോഴത്തേക്കും വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും. മഹേഷ്, ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ദുരൂഹതകളും ഒക്കെ ബാക്കിയാകുന്നുണ്ട്. ഇപ്പൊ മഹേഷ് എന്നെ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ ഒരു ഉറപ്പും, ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് വേണ്ടിയുള്ള വിസ നടപടികളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു എന്ന് സ്പോൺസർ പറയുമ്പോഴും ഈ സമയം വരെ ഓസ്ട്രേലിയൻ ടീമിന്റെ കാര്യത്തിൽ അവരുടെ ഒരു ഹാൻഡിലുകളിലും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും നടത്തിയിരുന്നില്ല എന്ന കാര്യം നമ്മൾ കാണണം. ഇപ്പോ അർജന്റീനയുടെ കാര്യം തന്നെ എടുക്കുക. അർജന്റീന എന്തുകൊണ്ട് വരുന്നില്ല? ഈ വിൻഡോയിൽ അർജന്റീനൻ ടീം എന്തായാലും വരുമെന്ന് സ്പോൺസറും കായിക മന്ത്രിയും ഒക്കെ നമുക്ക് ഉറപ്പ് തന്നതാണ്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് പൂർണ്ണമായൊരു ഉത്തരം സ്പോൺസറും കായിക വകുപ്പും നൽകണം. നേരത്തെ തിരുവനന്തപുരത്ത് കളി വെച്ചിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച കളി കൊച്ചിയിലേക്ക് മാറ്റിയത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നിന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ദുരൂഹതകളും ഇപ്പോഴും ബാക്കിയാണ്. മഹേഷ്, സൈഫ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് കായിക മന്ത്രിയുടെ ഒരു നിലപാടാണ്. അദ്ദേഹമാണ് ആദ്യം കേരളത്തിലേക്ക് അർജന്റീന എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. സർക്കാർ തന്നെ നേരിട്ട് നടത്താൻ അതൊരു ശ്രമം നടത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വ്യാപാരികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കം, വലിയൊരു ഫണ്ട് റൈസ് ചെയ്ത് അർജന്റീനയെ കൊണ്ടുവരിക, അത് കേരളത്തിലെ കായിക താരങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാകും എന്നുള്ളത്. ഉടനെ ഒരു സ്പോൺസറിലേക്ക് മാത്രം സർക്കാർ എത്തുകയാണ്. അതെങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിനും അല്ലെങ്കിൽ കായിക മന്ത്രിക്കും ആ സ്പോൺസർക്കും മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ ആ സ്പോൺസറിലേക്ക് എത്തിയതിന് ശേഷം മന്ത്രി എന്താണ് പറയുക? പലപ്പോഴും അർജന്റീന വരില്ല എന്ന് നമ്മൾ വാർത്തകൾ വരുമ്പോൾ നമ്മൾ മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി എന്താണ് അതിന് മറുപടി പറയുന്നതെന്ന് അറിയില്ലേ? അത് സ്പോൺസറോട് ചോദിക്കൂ എന്നാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ള രീതിയിൽ സ്പോൺസറാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ള രീതിയിൽ പോവുകയാണ്. നേരെ മറിച്ച് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേരളത്തിലെ പോലീസിനെയും മറ്റ് എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇത് സർക്കാർ കൊണ്ടുവരുന്നതാണ് എന്ന പ്രതീതി ഉണ്ടാക്കുകയും അതേസമയം ഇത് ഇങ്ങനെയല്ല, ഇത് അർജന്റീന വരുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന് പറയാൻ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, സ്പോൺസറോട് ചോദിക്കണം എന്ന് പറഞ്ഞു മന്ത്രി വളരെ കൃത്യമായി അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ കൃത്യമായി ഉറപ്പ് പറയേണ്ടത്. മന്ത്രിയാണ് കേരളത്തിലെ ആളുകൾക്ക് വാക്ക് കൊടുത്തത്. മെസ്സി വരും എന്നുള്ളത് മന്ത്രിയാണ്. നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് പോലുമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കോഴിക്കോടുള്ള ഒരു പരിപാടിയിലാണ് അദ്ദേഹം പറയുന്നത് മെസ്സി വരും എന്ന് മാത്രമല്ല നമ്മളുമായിട്ട് സമ്മതിക്കുന്നു കൂടി പറഞ്ഞു. മെസ്സി കളിക്കുമെന്ന് മാത്രമല്ല മെസ്സി സമ്മതിക്കും, ഏതാണ്ട് ഒരാഴ്ച ഇന്ത്യയിൽ മെസ്സി ഉണ്ടാകും എന്നൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയത് മന്ത്രിയാണ്. മന്ത്രി തന്നെ സ്വാഭാവികമായി ഇതിനോട് പ്രതികരിക്കും. അദ്ദേഹം പറയാൻ പോകുന്നത് ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കാം. സ്പോൺസർ അതിൽ കൃത്യമായി ഇടപെട്ടില്ല, അല്ലെങ്കിൽ സ്പോൺസറാണ് അത് വിശദീകരിക്കേണ്ടത്, ഞാനല്ല എന്ന് പറഞ്ഞ് സർക്കാരിന് യാതൊരു കേടും ഇക്കാര്യത്തിലില്ല. മെസ്സി നവംബറിൽ എത്താത്ത ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരിക്കും. അപ്പോഴും നമ്മളിപ്പോഴും ഒരു മഹേഷ് സൂചിപ്പിച്ചതുപോലെ അമൃത അങ്ങനെ എളുപ്പത്തിൽ തടിയൂരാൻ കായിക വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല. ആരാധകർക്ക് വാക്ക് നൽകിയത്, മോഹം നൽകിയത്, ആഗ്രഹം നൽകിയത് കായിക വകുപ്പ് മന്ത്രിയാണ്. ആദ്യം സ്പെയിനിൽ പോയി, സർക്കാർ ചെലവിൽ സ്പെയിനിൽ പോയി AFA ടീമുമായി സംസാരിച്ച് ഇതിനാദ്യം ഒരു രൂപരേഖ ഉണ്ടാക്കിയത് മന്ത്രിയാണ്.